പപ്പടത്തിന്റെ പേരിൽ കല്യാണ വീട്ടിൽ അടിയോ? നമ്മൾ മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ച ഒരു വലിയ വാർത്തയാണ്. പപ്പടത്തിന്റെ പേരിൽ തമ്മിലടി. എന്ത് ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞ് തമ്മിലടിയോ? നമ്മൾ കേട്ട വാർത്തയാണ്. എന്ത് കല്യാണത്തിന് വിളമ്പുകാരന്മാർ വിളമ്പിയില്ല, ശരിക്കും വിളമ്പിയില്ല എന്ന് പറഞ്ഞ് വിളമ്പുകാരന്മാര് ചില ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി എന്ന് പറഞ്ഞതിന് അടിയോ? ഇതും നമ്മൾ കേട്ട വാർത്തയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ. എന്നാൽ ഞാൻ ഈ പറയാൻ വരുന്നത് പെറോട്ട വില്ലനായ ഒരു സംഭവത്തെ കുറിച്ചാണ്. ഒരുപാട് മുമ്പ് നടന്ന സംഭവമൊന്നുമല്ല. കഴിഞ്ഞ രാത്രി കോഴിക്കോട് പുറമേരിയിൽ നടന്ന സംഭവമാണ്. പെറോട്ടയ്ക്ക് ചൂടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു ഹോട്ടൽ ഉടമയെയും ഹോട്ടൽ ഉടമയെ അടിച്ച് നിലംപരിശാക്കി ഹോട്ടല് തല്ലി തകർത്തു. പെറോട്ടയ്ക്ക് ചൂടില്ല എന്നായിരുന്നു അയാളുടെ കംപ്ലൈന്റ്. വെള്ളിക്കുളങ്ങര സ്വദേശി സാദിഖിന്റെ ഉടമസ്ഥതയിൽ പുറമേരിയിൽ ഒരു ഹോട്ടലുണ്ട്. ബിരിയാണി ഡേയ്സ് എന്നാണ് ഹോട്ടലിന്റെ പേര്. അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ വിതരണം ചെയ്ത് നാട്ടുകാരുടെ ഇടയിൽ ഒന്ന് ക്ലച്ച് പിടിച്ച് വന്ന സ്ഥാപനമാണ് ബിരിയാണി ഡേയ്സ്. അതിനെക്കുറിച്ച് മറ്റു പരാതികളൊന്നും ഇല്ലെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടിപിടി കേസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണിയോടുകൂടി ഒരു ചെറുപ്പക്കാരൻ അവിടെ പൊറോട്ടയും ബീഫ് റോസ്റ്റും തേടിയെത്തി. ഉടനെ വെയിറ്റർമാർ സന്തോഷത്തോടുകൂടി അയാൾക്ക് പൊറോട്ടയും ബീഫും വിളമ്പി. കഴിക്കാനിരുന്ന ചെറുപ്പക്കാരൻ ഉടനെ തന്നെ ചൂടായി, ഷൗട്ട് ചെയ്തു, എന്താണ് പൊറോട്ടയ്ക്ക് ചൂടില്ല, കറികൾക്കൊന്നും രുചിയില്ല. ഇത് കേട്ട് ഹോട്ടൽ ഉടമ കൗണ്ടറിൽ നിന്ന് നേരെ അയാളുടെ അടുത്തെത്തി. സാദിഖ് അടുത്തെത്തി പറഞ്ഞു, അയ്യോ ചെറുപ്പക്കാരൻ, ഇതെല്ലാം ഫ്രഷാണ്. ഇല്ല, അവൻ ബഹളം വയ്ക്കുന്നു. ബഹളം വയ്ക്കുന്ന 2 തരത്തിലാകാം. വേറെ ഏതെങ്കിലും ഹോട്ടലുകാരൻ്റെ കയ്യിൽ നിന്ന് പണവും വാങ്ങി ഈ ഹോട്ടലിലെ ഭക്ഷണം മോശമാണെന്ന് പറഞ്ഞ് ഇഷ്യൂ ആക്കി കഴിഞ്ഞാൽ ബിരിയാണി ഡേയ്സിന്റെ ആഫീസ് പൂട്ടിപ്പോകും. വേണമെങ്കിൽ അങ്ങനെയാകാം. സാദിഖ് ഒരുപക്ഷെ അങ്ങനെയാണെന്ന് കരുതിയിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് കഴിച്ച ഭക്ഷണം കൊള്ളുകയില്ലെങ്കിൽ ഈ ഭക്ഷണം ഞങ്ങൾ തിരിച്ചെടുത്തുകൊള്ളാം. നിങ്ങൾ കഴിച്ചതിന് മുൻകൂട്ടി ഈ ബില്ല് അടച്ചിട്ടാണ് കഴിച്ചത്, ടോക്കൺ എടുത്തിട്ടാണ് കഴിച്ചതെങ്കിൽ നിങ്ങൾക്ക് ആ കാശ് ഞങ്ങൾ തരാം. ഇതൊന്നും കേൾക്കാതെ ഈ ചെറുപ്പക്കാരൻ ബഹളം വെച്ചു. എന്നിട്ട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോണെങ്കിൽ പോട്ട് കൊല്ല തീർന്നല്ലോ എന്ന് കരുതി സമാശ്വസിച്ചിരുന്ന സാദിഖിനെ തേടിയെത്തിയത് വർദ്ധിത വീര്യത്തോടു കൂടി കടന്നു വരുന്ന ഈ ചെറുപ്പക്കാരനെ. ഇയാൾ വന്ന കുപ്പിവെള്ളം കൊണ്ട് ആദ്യം തന്നെ സാദിഖിന്റെ തലക്കിട്ട് ഒരൊറ്റ അടി, എന്നിട്ട് ചവിട്ടിത്തള്ളി. സാദിഖ് നിലത്ത് വീണ് പിടഞ്ഞു. ഈ ഇടയിൽ ഇയാൾ പോയിട്ട് എന്ത് ചെയ്തു? നേരെ കടയുടെ കണ്ണാടി ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ചു. ചുരുക്കത്തിൽ 19,000 രൂപയുടെ നഷ്ടം കടയിൽ ഉണ്ടായെന്നാണ് പ്രാഥമികമായ കണക്ക്. എന്നിട്ട് ഇവനങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. സാദിഖ് ചികിത്സ തേടി ആശുപത്രിയിലും ഒരു ഹോട്ടലിൽ നിന്ന് അവധിയുമായി. തീർന്നില്ലേ അവസ്ഥ? ഒരു ഹോട്ടൽ തകർക്കാൻ ഇതിൽ പരം എന്ത് വേണം? ഹോട്ടൽ ബിസിനസ് തകർക്കാൻ വേറെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും അച്ചാരം വാങ്ങിയിട്ട് വന്ന് ചെയ്തതാണോ എന്ന് ഇനിയും പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ വാർത്ത അവതരിപ്പിക്കുന്നത് വരെ ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അക്രമി. ഒരുപക്ഷെ നിങ്ങളിത് കാണുമ്പോൾ അയാളെ പിടികൂടിയിട്ടുണ്ടാകും. കുറച്ചധികം വിവരങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ നാട്ടിൽ പിന്നെ മറ്റൊന്ന് സംശയിക്കുന്നത്, ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള മാരക ലഹരി, രാസലഹരികൾ വല്ലതും ഉപയോഗിച്ചിട്ടാണോ കടയിലെത്തിയത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ മദ്യപന്മാരെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാം. ഒന്ന്, മദ്യത്തിന്റെ വല്ലാത്തൊരു മണം ഉണ്ടാകും, അങ്ങനെ തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ രാസലഹരിയൊക്കെ അടിച്ചിട്ട് വന്നിരിക്കുന്ന ആളുകളെ മണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അവന്റെ തലയ്ക്ക് വെളിവില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് പോലും ചിലപ്പോഴറിയില്ല. കാരണം അവൻ മന്ദതയിലാണ്. അവന് നാക്കിന് രുചിയോ മണമോ ഒന്നും ലഭിക്കണം, മൂക്കിന് മണമോ നാക്കിന് രുചിയോ ലഭിക്കണമെന്നില്ല. കണ്ണിന് കാഴ്ച പോലും കാണാൻ വലിയ പ്രയാസമായിരിക്കും. അവൻ കാണുന്നത് സ്വർഗലോകമൊക്കെ ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവൻ വന്നിരുന്നപ്പോ ഇവന് കൊണ്ടുവച്ച ഭക്ഷണം കൊള്ളുകയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ബഹളമുണ്ടാക്കിയത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാമെന്ന സംശയവും പോലീസിനുണ്ട്. ഏതായാലും പപ്പടത്തിന്റെ പേരിൽ അടിയുണ്ടായ നാടാണ്. ബിരിയാണി കിട്ടാത്തതിന്റെ പേരിൽ അടിയുണ്ടായി. കുഴിമന്തി വെന്തില്ല എന്ന പേരിൽ അടിയുണ്ടായി. ഇപ്പോഴിതാ പൊറോട്ടയ്ക്ക് ചൂടില്ല എന്ന പേരിലും അടി നടന്ന സംസ്ഥാനമായി കേരളം അങ്ങനെ ചരിത്രം സൃഷ്ടിക്കുകയാണ്.